പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. ഇത് പിന്നെ റെസിഡൻറ്റ് ഈവിൽ 2ൻ്റെ ലാസ്റ്റ് പാർട്ടായിരിക്കും കേട്ടോ. ഇന്ന് മിക്കവാറും ഈ സീരീസ് കഴിയും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മുടെ ഷെറിയില്ലേ ഈ കൊച്ച്, ഇവള് നൈസായിട്ട് ഇൻഫെക്റ്റഡായി. ഇവൾക്ക് സോംബിയുടെ നിന്ന് കടി കിട്ടിയൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ ഇൻഫെക്റ്റഡായി. നമുക്കിവളെ പഴയ പോലെ ആക്കണം. പഴയ പോലെ ആക്കാനേ നമുക്ക് ആൻറ്റിവൈറസിൻ്റെ എന്തൊരു സംഭവം വേണം. അതൊരു ലിക്വിഡാണ്. ആ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇവളെ പഴയ പോലെ ആക്കാൻ പറ്റും. നമുക്കപ്പോൾ ആ ലിക്വിഡ് പോയിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വഴി കൂടെ അങ്ങ് പോവാം. ഓ, ഇവിടെ പിന്നെ ഓത്തറൈസ്ഡ് ആയ സ്റ്റാഫുമാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇതിന് ഓത്തറൈസ്ഡ് ആയ സ്റ്റാഫുമാരുണ്ടാ? എല്ലാവരും സോംബിയുടെ നിന്ന് കടിയിട്ട് ചത്തുണ്ടാവും. നമുക്കപ്പോൾ ഈ വഴി കൂടെ പോവാം. അയ്യോ, ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. മിക്കവാറും ഇവിടെ സോംബീസ് ഉണ്ടാവും. ആ, അവിടെ ഒരു സോംബി നിൽക്കുന്നുണ്ട്, അതിനും കടിച്ചിടാം. ഓക്കെ, അതങ്ങനെ ചത്തേക്കാണ്. ഇവിടെ വേറെ കുറേ സോംബീസ് ഉണ്ടാവും. ഇതെന്താ സംഭവം? നീഡിൽ കാർട്ടിലേജാ? എന്താണാവോ? ആ, ഇത് കണ്ടില്ലേ, ഒരു സോംബി വേറൊരു ആളെ കടിക്കുന്നു. ഇങ്ങോട്ടോ, ഇന്നാ പിടിച്ചോ. നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ കുറവുള്ളൂ. ഇവിടെ പിന്നെ മേലേക്ക് ഒരു വഴിയുണ്ട്, നമുക്ക് ഇതിനെ അങ്ങ് കയറി പോവാം. ഇവിടെ സോംബീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, സോംബീസ് ഉണ്ടാവില്ല. ഈ സോംബീസ് ഏണ്ടി കയറില്ല. ഇത് പിന്നെ കിച്ചണാ. കിച്ചണിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പഴയ ഫുഡാ. ഈ സോംബീസ് കഴിച്ചതിൻ്റെ ബാക്കിയോ. ഇവിടെ നിന്ന് എനിക്ക് ഗൺ പൗഡർ കിട്ടി. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ബുള്ളറ്റ് ഉണ്ടാക്കാനായിട്ട് ഗൺ പൗഡർ വേണം. അത് ശരി, ഇവിടെ ഒരുത്ത് നിൽക്കണ്ടിട്ടാ. ഇവനിങ്ങ് തീർത്തളയാം. ചത്തില്ലേ? ഒരെണ്ണം കൂടി കൊടുക്കാം. ആ, ഇപ്പം ചത്തു. അതിൻ്റെ തല പൊളിഞ്ഞേ, ഇനി അത് എണിക്കില്ല. ഇവിടെ ഒരാളുടെ കൈയുണ്ടല്ലോ, ഇലക്ട്രോണിക് ചിപ്പ്. ഓ, എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആ ഡോറ് തുറക്കാൻ പറ്റും. അതിന് മുൻപേ ഇതെന്താ സംഭവം? ഇവിടെ നമുക്ക് എന്താ വെക്കണ്ടേ? എന്താന്ന് എനിക്കറിയില്ല. നമുക്കത് പിന്നെ നോക്കാം. നമുക്ക് പിന്നെ നീല കളർ ചിപ്പ് കിട്ടിയില്ലേ, അതുകൊണ്ട് നമുക്ക് നീല കളർ ഡോറും കൂടി തുറക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഓപ്പണായി. നേരത്തെ ഇതൊന്നും ഓപ്പൺ ആയിണ്ടായിരുന്നില്ല. ഈ ഡോറ് നമുക്കിനി തുറക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. അതെങ്ങനെ ഓപ്പൺ ആയിക്കാണ്? ഇതെന്തത്? ഒരാൾ ചത്തു എടുക്കണ്ടല്ലോ. എന്തോ റെക്കോർഡിങ് കിട്ടി. ഹെഡ് ടു ദ വെസ്റ്റ് ഏരിയ. ഓക്കെ, ഇത് ഏത് സ്ഥലം? നമുക്ക് പിന്നെ വെസ്റ്റ് ഏരിയയിലാണ് പോണ്ടേ. വെസ്റ്റ് ഏരിയ റൈറ്റ് സൈഡിലാണ് വരുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അയ്യോ, നമുക്ക് വെസ്റ്റ് ഏരിയയിൽ കയറാൻ പറ്റില്ല. അതിനായിട്ടേ പർപ്പിൾ കളർ ചിപ്പ് വേണം. നമ്മുടെ കയ്യിലുള്ളത് നീല കളർ ചിപ്പാ. ഈ ചിപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഏരിയയിൽ പോവാം. അവിടെ പോയിട്ട് ആ പർപ്പിൾ ചിപ്പില്ലേ, അത് കണ്ടുപിടിച്ച് വരാം. ഈ റെസിഡൻറ്റ് ഈവിൽ ഗെയിംസ് പിന്നെ ഇങ്ങനെയാ, നമ്മളെ പരമാവധി വട്ടം കറക്കും. ഒരു ചെറിയ സാധനം കിട്ടാനായിട്ട് 3-4 പസിലൊക്കെ സോൾവ് ചെയ്യണം. അതിപ്പോൾ റെസിഡൻറ്റ് ഈവിലിൻ്റെ എല്ലാ ഗെയിംസും അങ്ങനെയാ. നമുക്കിനി ഈ വഴി കൂടെ പോവാം. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഇതെന്തത്? ഇതൊക്കെ എന്ത് സംഭവം? ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഏയ്, ഇതേ പർപ്പിൾ കളർ ചിപ്പ്. നമുക്കിനി ഇതാ വേണ്ടേ. ഈ ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റ് ഏരിയയിൽ പോകാൻ പറ്റും. ഈ ചിപ്പ് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല. അതിന് 1 മണിക്കൂറിൻ്റെ പണിയുണ്ടാവും. നമ്മൾ പരമാവധി വട്ടം കറക്കും. ഈ ഡോറ് പിന്നെ ലോക്കാട്ടാ, ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ ഇങ്ങോട്ടേക്കാ പോണ്ടേ. അയ്യോ, ഇതെന്തത്? കയറണ? എനിക്ക് ചെറുതായിട്ട് പേടിയാവുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറി പോവാം. ഈ ഭാഗത്തും മിക്കവാറും സോംബീസ് ഉണ്ടാവും. ആ, ദേ വരുന്നു. ഈ സോംബിനെ അടിച്ചിടാം. ഇതെന്തൊട്ട് സോംബി അത്? മേത്ത് ഫുള്ള് ചെടിയാണല്ലോ. എന്താണാവോ? ഇത് പിന്നെ ലാബാന്ന് തോന്നുന്നുണ്ട്.
നമ്മളിപ്പോൾ ഏതൊരു ലാബിലേക്ക് എത്തിയേക്കാ. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിസ്പെൻസിങ് സൊല്യൂഷൻ. ഇതെന്തത്? വെള്ളം തെളിയിക്കണോ ചെടികൾക്ക്? എന്തൊരു ട്യൂബ് പുറത്തേക്ക് വന്നു കേട്ടാ. ഇത് വെച്ചിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടോക്കാം. എന്താണോ സംഭവിക്കുക? അത് ശരി, ഈ സാധനം പുറത്തേക്ക് വന്നു. എന്തോ ഒരു സൊല്യൂഷൻ അതിൽ ഫില്ല് ചെയ്യണം. എന്തൊരു ലിക്വിഡ്. ഇതൊന്നുട്ടാ കോഡാ? എനിക്ക് കോഡൊന്നും അറിയില്ല. നമുക്കപ്പോൾ ഇതേനെ പോവാം. ഇവിടെ പിന്നെ നിറച്ച് ചെടികളാ. ഇതിൻ്റെ ഇടയിൽ സോംബീസ് ഉണ്ടാവുമോ? അതെനിക്കറിയില്ല. ആ ഉണ്ട്. എനിക്കവിടെ ഒരു സോംബി കാണാണ്ട്. ഈ സോംബിനെ അങ്ങ് തീർത്തളയാ. ചാവ അങ്ങോട്ട്. അല്ല പിന്നെ ഇവിടെ പിന്നെ എന്തുണ്ട് കേട്ടാ. ആ ഇതെനിക്ക് മനസ്സിലായി. ഇതായിരിക്കും ആ കോഡ്. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഇനി ആ കോഡില്ലേ, അത് ഇവിടെ അടിച്ചു നോക്കാം. വർക്കാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കി നോക്കാം. ആ കോഡ് ഏകദേശം ഇതേപോലെ ആയിരുന്നു. ഓക്കെ, ഏതൊരു ഡോറ് അൺലോക്ക് ആയിട്ടാ? ആ, ഈ ഡോറാണ് അൺലോക്ക് ആയേ. നമുക്കപ്പോൾ പതുക്കെ അടിയിലേക്ക് പോവാം. അടിയിൽ പിന്നെ നിറച്ച് ഇരുട്ടാ. ആ, ഇരുട്ടായാലും സീനില്ല. നമ്മുടെ കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഗൺ പൗഡർ ഉണ്ട്, അതൊക്കെ കളക്ട് ചെയ്യാം. നമുക്ക് പിന്നെ മാപ്പും കിട്ടിയിട്ടുണ്ട്, ബേസ്മെൻറ്റിൻ്റെ മാപ്പോ. ഇവിടെ ഒരു ട്രോഫി ഉണ്ടല്ലോ. ഇതെന്തിൻ്റെ ട്രോഫിയാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഐ ശരി, ഇതിൻ്റെ അടിയിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ എന്തിൻ്റെ കോഡാ? അതെനിക്കറിയില്ല. എന്തൊട്ടായിരുന്നു നോക്കി നോക്കാം. അതിന് മുൻപേ ഈ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതിപ്പോൾ അവിടെ നിന്നേ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവല്ലോ. അയ്യോ, ഇത് ഒരെണ്ണല്ല, രണ്ടെണ്ണം ഉണ്ട്. ആ, നമ്മൾ തീർന്നു. ഞാൻ മറ്റേ സാധനം കൈ പിടിച്ചില്ല, മറ്റേ ഫ്ലെയിം ത്രോവർ. എൻ്റെ കയ്യിൽ SMG ഉള്ളത്. അയ്യോ, നമ്മളിപ്പോൾ ചാവാറായിട്ടാ. ആ, ഹീലിങ്സ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചാവട അങ്ങോട്ട്. ഓക്കെ, ഒരെണ്ണം ചത്തു. മറ്റേത് ഇപ്പോൾ ചാവും. എവിടെ പെണ്ണെ, വേഗം റീലോഡ് ചെയ്യും. അതിനങ്ങ് തീർത്തളാ. ഇത് അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാ വന്നേ? മാർക്ക് അങ്ങോട്ട്. ഇവിടെ പിന്നെ നിറച്ച് സോംബീസാ. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണേ. എല്ലാത്തിനും അങ്ങ് തീർത്തളയാം. എൻ്റെ പൊന്നു സോംബിയെ, മാറിക്കോ, നമ്മൾ പൊക്കോട്ടെ. ഈ ഗ്രനേഡ് തിന്നോ? ഓക്കെ, അത് അയാളുടെ വായിൽ പൊട്ടി. ഇയാളെയും കൂടി തീർത്തളയാം. അവിടെ പിന്നെ ഫ്രണ്ടിലേ ഒരു ഡോറുണ്ട്. നമുക്ക് ആ വഴി കൂടെ പോകണ്ടേ? ഇത് ചത്തില്ലേ? ആ, ചത്തുണ്ടോ? ഇയാൾ ഇതൊരിക്കും ചത്തില്ലല്ലോ. ചാവടം അങ്ങോട്ട്. എത്ര ബുള്ളറ്റ് കിട്ടിയാലും ചാവില്ല. ദേ കണ്ടില്ലേ, വീണ്ടും മേടിക്കണു. ചാവടാ. ചത്തില്ലേ? ആ, ഇപ്പൊ ചത്തുണ്ടോ? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വഴി കൂടെ അങ്ങ് പോവാം. ഇവിടെ സോംബി ഇല്ലല്ലോ. ഇവിടെ സോംബി ഇല്ല. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് പതുക്കെ മേലേക്ക് കയറാം. ഇത് ഇവിടെ നിന്നാണ് വരുന്നേ. തേങ്ങ വീണ പോലെ വീണ്. ചത്തില്ല അവൻ. ആ, ചത്തുണ്ടോ? ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇത് സ്റ്റോർ റൂമാന്ന് തോന്നുന്നുണ്ട്. ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് SMGയുടെ ബുള്ളറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? നമുക്ക് എന്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. കയ്യിൽ വയ്ക്കാം. ഇവിടെ പിന്നെ ഒരു സോംബി ഉണ്ട്. ഇതിനങ്ങ് തീർത്തളയാം. ഈ സോംബീസ് കാരണം കുറേ ബുള്ളറ്റ് വേസ്റ്റ് ആവുന്നുണ്ട്. ആ, ബുള്ളറ്റൊക്കെ നമുക്ക് ചിലവാക്കാം. ഈ ഗെയിം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇതിപ്പോൾ എവിടേക്ക് എത്തിയേ? ആ, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പിന്നെ നേരത്തെ ഒരു ഡിവൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു സംഭവത്തിൽ നിന്നാണ് ആ ഡിവൈസ് കിട്ടിയേ. നമുക്കപ്പോൾ ഇത് ഇവിടെ വെച്ച് നോക്കാം. ഇതെന്തത്? എറർ കാണിക്കണ്ടല്ലോ. ഒരു മിനിറ്റ്, നമുക്കിവിടെ എന്തോ ചെയ്യണം. OSS മഫ്
ഓ നമുക്കിവിടെ മറഫ് സെലക്ട് ചെയ്യണം കേട്ടാ. അതിൽ മറഫ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് എന്തോ ചെയ്യണം, ഈ കർവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് എന്തോ ചെയ്യാണ്ട്, എങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ആ ഇതിപ്പോൾ ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചു കൊടുക്കാം. ഇത് പക്ഷേ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇത് ഓക്കെ. ഐശ്വരി, ഇത് ഇവിടുത്തെ മെയിൻ സ്വിച്ച് ആയിരുന്നു. ഇപ്പം ഇതെവിടെ ലൈറ്റ് വന്നു. നമുക്ക് പിന്നെ നേരത്തെ ഒരു കോഡ് കിട്ടിയില്ലേ, മറ്റേ ട്രോഫിയുടെ അടിയിൽ ഒരു കോഡ് ഉണ്ടായിരുന്നു. ആ കോഡ് നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം. ഞാൻ പിന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏത് ഡോറ ഓപ്പൺ ആയേ, നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോയില്ല കേട്ടാ. ഇതും ഒരു ലാബാ. ഇതെന്ത് സംഭവം? ആ ഇവിടെ നമുക്ക് ആ ട്യൂബ് വെച്ച് കൊടുക്കാം, എന്നിട്ട് ആ സൊല്യൂഷൻ നിറയ്ക്കാം. അയ്യോ, ഇതും ഒരു പസിലായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ നിറയ്ക്കുക? ആ ട്യൂബിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഒരു മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് നോക്കാം. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ ആദ്യത്തെ ട്യൂബിലില്ലേ ഒരു റെഡ് കളർ റൗണ്ട് കാണാല്ലേ? എനിക്ക് തോന്നണതേ നമുക്ക് ആ ലെവലിൽ എത്തിക്കണമെന്നാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്യൂബിൽ നിറയ്ക്കാൻ പറ്റും. ഇത് പക്ഷേ ലെവലാവണില്ല. ഇതെന്താണോ സംഭവം? ഞാൻ കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അത് ലെവലിലെത്തി. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഈ ട്യൂബ് ഫില്ലായ? ഓക്കെ, ആ ട്യൂബ് ഫില്ലായി. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ആ ലിക്വിഡ് കിട്ടിയില്ലേ? ആ ലിക്വിഡ് നമുക്ക് ഐസാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇത് പിന്നെ കണ്ടില്ലേ, ഇതൊരു ഫ്രീസർ പോലത്തെ സംഭവമാണ്. ഈ ട്യൂബ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അന്നേരം ആ ലിക്വിഡ് ഐസാവും. ഇവിടെ പിന്നെ എന്തോ മെഷീനൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഈ മെഷീൻ ചെയ്തോളും. ഒരു മിനിറ്റ്, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ഇത് കണ്ടില്ലേ, ആ ലിക്വിഡ് ഐസായി. എന്നാലും ഇത് എത്ര പെട്ടെന്ന് ഐസായേ. നമുക്ക് തൽക്കാലം ഇതെടുക്കാം, എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ ട്യൂബ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ നിന്നാണ് നേരത്തെ ആ ട്യൂബ് എടുത്തത്. ഇവിടെ വീണ്ടും വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമല്ല, മറ്റേ സൊല്യൂഷനാ. ഓ, ആ സാധനം നിലത്തേക്ക് വീണു കേട്ടാ. അതാണ് മറ്റേ ചിപ്പ്. നമുക്ക് പോയിട്ട് ആ ചിപ്പ് എടുക്കാം. ഓക്കെ, ഈ ബാൻഡ് എങ്ങനെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഇത് പർപ്പിൾ കളറായി. ഇനിയിപ്പോൾ നമുക്ക് ആ വെസ്റ്റ് ഏരിയയിൽ പോകാൻ പറ്റും. പോകാൻ പറ്റില്ലേ? ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ആ പോകാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഒരു കാസറ്റ് കിട്ടി. ഈ കാസറ്റ് വെച്ചിട്ട് എന്തിട്ടാണോ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഈ സാധനം വെച്ച് കൊടുക്കാം. അന്നേരം ഇവിടെയും ലൈറ്റ് വരും. ഇതിൽ പിന്നെ നമുക്ക് OSS കൊടുക്കണ്ടേ? നമുക്കപ്പോൾ OSS സെലക്ട് ചെയ്യാം. ഈ രണ്ട് കർവില്ലേ, അതൊരു ലെവലിലാക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കറണ്ടൊക്കെ വന്നേക്കാണ്. ഓ, ഇത് ഏതാ സ്ഥലം? ഇവിടെയും ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ. അടിയിൽ പിന്നെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. മുമ്പിൽ പിന്നെ ഒരു ഡോറുണ്ട്. ഇത് പർപ്പിൾ കളർ ഡോറാ. ഇതിപ്പോൾ ഓപ്പൺ ആവും. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഇവിടെ എന്തൊട്ടൊക്കെ കാട്ടി കൂട്ടി വെച്ചേക്കണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടാ. ഇവിടെ ഇപ്പം എന്താ ചെയ്യണ്ടേ? ഓ, ഇതിൻ്റെ അകത്ത് ആ ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡാ നമുക്ക് വേണ്ടേ? ഏയ്, ഈ മാല ഇതാ കൊച്ചിൻ്റെ മാലയല്ലേ? ആ മാല ഇത് എവിടെ വെച്ചു? ശരി, നമുക്കിപ്പോൾ ഏതായാലും ആ ലിക്വിഡ് കിട്ടിയേക്കാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാം.
ഞാൻ പിന്നെ മറ്റേ ഫ്ലെയിം ത്രോവറും കൈ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരും. ഏ ഇത് മറ്റേ മോൺസ്റ്റർ. അയ്യോ, ഇവിടെ ഇനി വീണ്ടും ബോസ് ഫൈറ്റ് നടക്കാൻ പോണോ? ഇതേ മറ്റേ പെണ്ണ് വരുന്നു. അയ് ശരി, ഇവളെന്തു ചെയ്ത്? ആ തോക്കില് ആസിഡാന്ന് തോന്നുന്നുണ്ട്. ഇയാൾ ചത്തു. അയ് ശരി, ആ പെണ്ണിന്റെ ഹസ്ബൻഡ് ആയിരുന്നാ? ഇവളുടെ ഹസ്ബൻഡാണ് എല്ലാ പണിയും മുപ്പിച്ചത്. ഇത് അവളുടെ ഹസ്ബൻഡ്. ഇയാളാണ് എല്ലാം പണി മുപ്പിച്ചത്. ഇയാൾ കാരണം ഈ സിറ്റിയിൽ നിറച്ച് സോംബീസായേ. ഇനിയിപ്പോ ഒന്ന് ചെയ്യണേ? കൊല്ലാൻ പോവാണോ? ഇയാളെ കൊല്ലില്ലെന്ന് തോന്നുന്നുണ്ട്. അഥവാ ഇയാള് ചത്തിരുന്നെങ്കിൽ ഇയാള് മോൺസ്റ്ററായിട്ട് മാറില്ലായിരുന്നു. ഇല്ലല്ലേ, ഈ പെണ്ണ് അയാളെ കൊന്നില്ലേ? ഇതിപ്പോ എന്തായേ? ആ സാധനം ചത്തില്ലേ? ആ പെണ്ണിനെ കൈ കൊണ്ട് പിടിച്ചേക്ക, അതിനെ കൊല്ലല്ലേ. ഓ, ഒറ്റേറ് അവിടെ നടു ഒടിഞ്ഞിട്ടുണ്ടാവും. ഇവളുടെ കയ്യിൽ പിന്നെ ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണിലാണെങ്കിൽ നിറച്ച് ആസിഡാ. എന്നാ പിന്നെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യും. ഇയാള് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടാ. ആ മോൺസ്റ്റർ ഭയങ്കര പവർഫുള്ളായി. അതെ, ഇവിടെ വീണ്ടും ബോസ് ഫൈറ്റ് നടക്കാൻ പോവാൻ തോന്നുന്നുണ്ട് കേട്ടാ. നമുക്ക് പിന്നെ നേരത്തെ ലിക്വിഡ് കിട്ടില്ലേ, അത് പെണ്ണിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഇനി ആ കൊച്ചിനെ അവളുടെ അമ്മ നോക്കിക്കോളും. നമുക്കിനി ഇയാളുടെ കാര്യം നോക്കാം. ഇവിടെ ഇപ്പോൾ ബോസ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇയാളുടെ കണ്ണുമ്പിളിക്ക് വെടിവെക്കാം, അപ്പോൾ അയാൾക്ക് കൂടുതൽ ഡാമേജ് കിട്ടും. അയ്യോ, ഇത് എൻ്റെ അടുത്തേക്ക് വരണേ. സീനില്ല, ഇയാളെ നമുക്ക് അടിച്ചിടാം. എൻ്റെ കയ്യിൽ പിന്നെ ഹീലിങ്സ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചാവടാ. പേടസാനം കിട്ടി. നമുക്ക് സൈഡിൽ കൂടെ പോവാം. ഇവിടെ എന്തോ ഇരിക്കുന്നുണ്ട്. അവിടെ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. എടുക്കാം, സമയമുണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ ഫ്ലെയിം ത്രോവർ ഉണ്ട്. ഇത് വെച്ചിട്ട് ഒരെണ്ണം കൊടുക്കാം. ഇയാൾക്ക് പിന്നെ പ്രാന്തായിട്ടാ എന്തൊക്കെ എടുത്ത് വലിച്ചെറിയ. എടാ മുമ്പിലേക്ക് വാടാ, എൻ്റെ കയ്യിൽ ഫ്ലെയിം ത്രോവർ ഉണ്ട്. അത് ശരി, ഇതുകൊണ്ടും അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ പെണ്ണ വേഗം റീലോഡ് ചെയ്യും. ഇത് പിന്നെ നന്നായിട്ടാ ഈ ഫ്ലെയിം ത്രോവർ കൈ പിടിച്ചത്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയേനെ. ഇയാളെന്ന് ചാവാത്ത? ഇത് ബോസ് ഫൈറ്റാ. ഇയാൾ പെട്ടെന്ന് ചാവുന്നില്ല. വാ അയാളെ കണ്ണുമ്പിളേക്ക് ഇടയിക്കാം. അല്ല പിന്നെ അയാളെന്തോ എടുത്ത് എറിയാൻ പോയതാ. ഇങ്ങോട്ട് വാട നീ, ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അയ്യോ, ജസ്റ്റ് മിസ്സിട്ടാ. ഇപ്പൊ നമ്മുടെ മേത്ത് കൊണ്ടുതന്നെ. ആ മോൺസ്റ്ററിന് പിന്നെ നല്ല നെഗുണ്ട്. അത് നമ്മുടെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. ഇതിന് എത്ര ഫ്ലെയിം ത്രോവർ വേണം? എത്ര കൊടുത്താലും മതിയാവില്ല. ഇയാൾക്ക് ഒന്നും സംഭവിക്കാത്ത പോലെയാ. വീണ്ടും ജസ്റ്റ് മിസ്. ആ കണ്ണുമ്പിളേക്ക് വെടിയിക്കാം. കണ്ണുമ്പിളേക്ക് വെടിയിക്കുമ്പോൾ അയാൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, അയാൾ എന്തൊക്കെ എടുത്ത് വലിച്ചറിയാൻ പോവാ. നമുക്കിവിടെ നിന്ന് മാറിക്കാം. അല്ല പിന്നെ നമ്മുടെ മേത്ത് കൊണ്ടില്ല. എടാ ഇങ്ങോട്ട് വാടാ. അയ്യോ, അയാൾ ഓടി വരുന്നു. വാ. ഇയാളെന്താ ഭരതനാട്യം കളിക്കണോ? കണ്ണുമ്പിളിക്ക് ഇടയിക്കാം. എന്നാ പിടിച്ചോ. അതെ, ഇയാൾ ഓൾമോസ്റ്റ് ചാവാറായിട്ടാ. ഞാൻ കുറേ നേരമായിട്ട് അയാളുടെ കണ്ണുമ്പിളിക്ക് വെടിയിക്കുക. ഇവിടെ ചാവട അങ്ങോട്ട്. ഇയാൾക്ക് എത്ര ബുള്ളറ്റ് വേണം? ഓക്കെ, ഇയാൾക്കിപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട്. ചാവടാ, വേഗം ചാവ്. ലെറ്റ്സ് ഗോ. ഇയാളെങ്ങനെ ചത്തേക്ക? എന്തെങ്കിലും ആവട്ടെ. അതെ, നമുക്ക് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് പോവാം. അവൾക്കിപ്പോൾ എന്തായി? ഓക്കെ ആയാ? ഇവള് ഓക്കെ ആയിട്ടാ. ഇവള് നേരത്തെ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അവളുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക,
നരമ്പൊക്കെ പൊന്തി വന്നേക്കായിരുന്നു. My mom. ഇപ്പോൾ അതൊക്കെ മാറി. ഇവളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇവളുടെ അമ്മയ്ക്ക് മറ്റേ മോൺസ്റ്ററിൽ നിന്ന് നല്ലത് കിട്ടിയിട്ടുണ്ട്. അയാൾ പിടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. How are you? ഇതിപ്പോൾ എന്താണ്ടായേ? ഇവളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? What happened to her? മരിച്ചാ? She was attacked by monsters. മോൺസ്റ്ററിൽ നിന്ന് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. Worry about me. ഇവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ എനിക്ക് നടക്കാൻ പറ്റണില്ലേ? എന്തോ സാധനം തരുന്നിട്ടാ. എന്നിട്ട് തന്നെ ഒരു പുതിയ ചിപ്പ് തന്നു. Sorry, Sherry. ഒരു പിങ്ക് കളർ ചിപ്പാ. ഇപ്പോൾ സോറിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? Your life. പിള്ളേരെ നോക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കണം, അല്ലാണ്ട് വേറെ വല്ല പണിക്ക് പോയിട്ട് നിൽക്കരുത്. We can't just leave her. അതെ, അവളുടെ അമ്മ മരിച്ചു പോയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്ഥലമല്ലേ, ഇതിപ്പോൾ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോവാ. ഇതേ കണ്ടില്ലേ, പൊളിഞ്ഞു തുടങ്ങി. ഇടി കൊച്ചേ വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. ഇവിടെ ഇപ്പം എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. ഈ സ്ഥലം ഇപ്പം മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടാ. ഞാനിപ്പോൾ അതാലോചിക്കണേ. ഇത് കണ്ടില്ലേ, അടിയിലൊക്കെ തീ പിടിക്കുന്നുണ്ട്. Claire. എടി കൊച്ചേ വേഗം അടി. ഇവിടെ ഇപ്പോൾ 9 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 9 മിനിറ്റ് കഴിഞ്ഞ് ഈ സ്ഥലം മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അതിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എടി കൊച്ചേ ഓടിക്കോ, ഒന്നും നോക്കണ്ട. ഇവിടെ സോംബീസൊക്കെ ഉണ്ടാവും, ഇവരൊക്കെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് ഈ താഴത്തേക്ക് ഇറങ്ങിപ്പോണ്ടേ. അയ്യോ, ഈ ഡോർ ലോക്കാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? Sherry, what are ഇവളെന്താ ചെയ്യണ്? you? Can open it from the other side. ഈ കൊച്ചില്ലേ, അപ്പുറത്തിൽ കൂടെ തുറക്കാന്നാ പറയണേ. ഇവളെങ്ങനെയാണോ തുറക്കുക? ഇവിടെ പിന്നെ സോംബീസൊക്കെ ഉണ്ട്. ഈ സോംബീസിനൊക്കെ തീർത്തളയാം. എടാ സോംബിയാ, മാറിക്കടന്ന്. എടി കൊച്ചേ വേഗം പോയിട്ട് വാതിൽ തുറക്ക്, അല്ലെങ്കിൽ സോംബീസിൻ്റെ നിന്ന് കിട്ടും. നമുക്കിനി 8 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടാ. 8 മിനിറ്റ് 50 സെക്കൻഡ്. വേഗമാവട്ടെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനിടയ്ക്ക് ഇഷ്ടംപോലെ സോംബീസ് സ്പോണാവുന്നുണ്ട്. നമുക്ക് ഇവരെയും കൂടി നോക്കണം. ഈ കൊച്ചു എവിടേക്കാ പോയേ? കാണലല്ലോ. തുറന്നു. നൈസ് മോളെ, Nice work. നമുക്കിനോട് പോവാം. ഭാഗ്യം, എൻ്റെ മേത്തേക്ക് പൊട്ടിത്തെറിച്ചില്ലേ. എടി കൊച്ചേ വേഗം വാ. ഇവിടെ ഒരു സോംബി ഉണ്ട്, ചാവടം അങ്ങോട്ട്. നമ്മുടെ ഗണ്ണിലൊക്കെ പിന്നെ ഇഷ്ടംപോലെ ബുള്ളറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. Sherry, you hanging in there? ഇനി ഇവിടെ ബോസ് ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല. Had a girl. ബോസ് ഫൈറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഇവിടെ പിന്നെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്, നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് വേണം രക്ഷപ്പെടാനായിട്ട്. നമുക്കിനി 7 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 8 മിനിറ്റ് എന്ന് പറയാം. 7 മിനിറ്റ് 50 സെക്കൻഡ്. ഈ ട്രെയിൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക? ജോയിൻ്റ് പ്ലഗ്. Doing. I gotta get this train moving. ഈ ട്രെയിൻ ഇപ്പോൾ നീങ്ങില്ലെന്ന്. Okay. Okay. അതിനായിട്ട് നമുക്ക് എന്തോ ചെയ്യണം? Promise I won't move. Good. മനസ്സിലായി. Be careful. മിക്കവാറും വല്ല പസിലുണ്ടാവും. ഈ സമയത്ത് തന്നെ പസിൽ വേണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇവിടുത്തെ കൺട്രോൾ റൂമാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തത്, മിനി ഗണാ? ഇപ്പം എന്തിനാ മിനി ഗൺ? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എന്തൊട്ടായാലും കയ്യിൽ വയ്ക്കാം. ഇനി വീണ്ടും ബോസ് ഫൈറ്റ് ഉണ്ടാവോ? അതെനിക്കറിയില്ല. നമുക്ക് ഒരു മിനി ഗൺ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നണത് വീണ്ടും ബോസ് ഫൈറ്റ് ഉണ്ടാവുന്ന. നമ്മൾ പിന്നെ ഈ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. It's working. ഇതാരാ? ലിയോണല്ലേ അത്? Leon, ഇയാളെ എവിടെയായിരുന്നു? you're down here too? കണ്ടിട്ട് കാലം കുറയല്ലോ. But the whole place is coming down. ഈ സ്ഥലം മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പോവാന്ന് പറയണേ. You need to get out അതെനിക്കറിയാം. fast. ഞാനും ഇവിടുന്ന് രക്ഷപ്പെടാനാ നോക്കണേ. Way out. I think നമുക്ക് പിന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ഈ ലിയോണ് എങ്ങനെ രക്ഷപ്പെടാ? Claire, അതെനിക്കറിയില്ല. there? Leon, I'm sorry, you're breaking up. Don't worry about me. സിഗ്നൽ കിട്ടണില്ല ചേട്ടാ. ഈ ലിയോൺ പറയണത് ഒന്നും മനസ്സിലാവണില്ല. സിഗ്നൽ കട്ടായി. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആ ട്രെയിൻ എടുത്ത് സ്ഥലം വിടാം.
ഇവിടെ ഇപ്പം അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഇതിപ്പോൾ എന്ത് സംഭവിക്കാൻ പോണേ? ഓ, നമ്മൾ നേരെ അടിയിലേക്ക് പോവാ. എനിക്ക് പിന്നെ ഒരു മോൺസ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കാണ്ട്. ഐ ശരി, ഈ സാധനം വീണ്ടും വന്നാ. എനിക്ക് ആദ്യമേ തോന്നി നമുക്ക് മിനി ഗൺ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവർ വെറുതെ ഒന്നും നമുക്ക് മിനി ഗൺ തരില്ല. ഇവിടെ വാടാ. നീ ഇപ്പോൾ എത്ര പവർഫുൾ ആയാലും ഒരു കാര്യമില്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. ഓ, ഇത് വല്ലാണ്ട് പവർഫുൾ ആയിട്ടാ. ഇതിനെ തീർക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇയാളിപ്പോൾ എവിടേക്ക് പോയേ? ഓ, മേലെന്ന് ചാടുണ്ട്. ഈ ട്രെയിന് നശിപ്പിച്ചളയോ? അയ്യോ, ഈ ട്രെയിന് നശിപ്പിക്കല്ലേ. നമുക്ക് പോകാനായിട്ട് വേറെ ട്രെയിനില്ല. നമുക്ക് പിന്നെ 6 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇയാളെ തീർക്കണം. അപ്പോൾ ചാവട അങ്ങോട്ട് കളിക്കല്ലേ. ഈ അവസാന നിമിഷം നമുക്ക് പണി തരാൻ വന്നേക്കാം. ഹീലിങ്സ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചാവട ചാവട ചാവട. ഇയാൾ ചാവണില്ലല്ലോ. ഞാൻ മിരിഗണ്ണ് വെച്ചിട്ട് ഫയർ ചെയ്യണേ, എന്നിട്ടും ഇയാൾ പെട്ടെന്ന് ചാവണില്ല. ഓ, വീണ്ടും ഒരു പെടസാനം കിട്ടി. ഹീൽ ചെയ്യാം. ഹീലിങ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇയാളിപ്പോൾ മേലേക്ക് കയറി പോവുണ്ട്. ആളിപ്പോൾ താഴത്തേക്ക് ചാടും. ഒരു കാര്യം ചെയ്യാം, മേലെ നിന്ന് വീഴ്ത്തിടാ. ദേ കിടക്കണ അവിടെ. ആ കൊച്ച് പിന്നെ ട്രെയിനിൻ്റെ അകത്ത് സേഫാ, അതുകൊണ്ട് കുഴപ്പമില്ല. വാടാ നീ. എൻ്റെ മിനി ഗണ്ണിൽ ഇപ്പോഴും 200 ബുള്ളറ്റ് ഉണ്ട്. നിന്നെ തീർക്കാനായിട്ട് ആ 200 ബുള്ളറ്റ് മതി. ചാവു 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 ചാവു. ഇയാളുടെ എല്ലാ കണ്ണുമ്പളേക്കും വെടിവെച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ ചാവും. ഇയാളുടെ പവറൊക്കെ കുറഞ്ഞു. ചാവു 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 ചാവു. എൻ്റെ അടുത്തേക്ക് വരണ്ടല്ലോ. ചാവു 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 ചാവു. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇയാളുടെ കാര്യത്തിൽ വീണ്ടും ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇത് പക്ഷെ പൊട്ടു തെറിച്ചുട്ടാ. ഇപ്പൊ ശരിക്കും തീരുമാനമുണ്ടോ? ഇതിന് നമ്മുടെ പിന്നാലെ വരില്ല എന്ന് വിചാരിക്കണു. ഓക്കെ, നമ്മുടെ ട്രെയിൻ അങ്ങനെ അടിയിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണു. ബാക്കിലും ഒരു ട്രെയിനൊക്കെ ഉണ്ട്. It's okay. I'm here. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ ബിൽഡിംഗ് ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. സമയം ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ബോസ് ഫൈറ്റ് ഉണ്ടാവില്ലല്ലോ. വയലിൽ വെച്ചിട്ട് ഈ ട്രെയിനൊന്നും തടയില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്നാലും ഈ കൊച്ചിൻ്റെ അമ്മ മരിച്ചു പോയിട്ടാ. ഇനിയിപ്പോൾ ആരെ നോക്കുക? നമ്മൾ നോക്കുമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. കുളിക്കണം. മേത്തൊക്കെ ആകെ ചളിയ. എവിടൊക്കെ കറങ്ങിട്ടാ വന്ന്. ലിയോണും കൂടി വന്നുട്ടാ. So good to see you. എന്താണ്ടായേ? ഗെയിം കംപ്ലീറ്റ് ആയ? ലെറ്റ്സ് ഗോ. ഈ ഗെയിം അങ്ങനെ കംപ്ലീറ്റ് ആയി. അങ്ങനെ റെസിഡൻറ്റ് ഈവിൽ 2 ആ സീരീസും കൂടി കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.